ഒത്തിരി ഹാർഡായിട്ട് വേണ്ട, സോഫ്റ്റായിട്ട് മതി. കൊടുക്കുക. നല്ല രീതിയിൽ കുളിച്ചിട്ട് വിരലിങ്ങനെ വലിച്ചു വിടുക. ഓരോ വിരലും ചെയ്ത് വലിച്ചു വിടുക. ചക്കരകളെ, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നത്തെ ഒരു ടിപ്സ് എന്താണെന്ന് അറിയണ്ടേ? ഇത് നമ്മുടെ കഴുത്തിലെ ചുളിവ് മാറ്റാനായിട്ട് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ കഴുത്തിലെ ചുളിവ് നല്ലതായിട്ട് മാറിക്കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു ഏജ് തുടങ്ങുമ്പോൾ തൊട്ട്, അതായത് ഒരു 30 വയസ്സൊക്കെ കഴിയുമ്പോൾ തൊട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കഴുത്തിലധികം ചുളിവ് വരത്തില്ല. അപ്പം എൻ്റെ ഇവിടെ കണ്ടോ, ഇങ്ങനെ വര പോലെ ഉണ്ട്. നേരത്തെ മുതലേ ഒരു ഏജ് തൊട്ടപ്പോൾ മുതലേ ഒരു വര പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ വര പോലെ വരുമ്പം വേഗം അതിൻ്റെ ചുളിവുകളായി തുടങ്ങും ഒരു ഏജ് കഴിയുമ്പോൾ തൊട്ട്. ഇപ്പം എനിക്ക് 51 വയസ്സ് കഴിഞ്ഞല്ലോ. അപ്പോൾ ഈ സമയമൊക്കെ വരുമ്പം ഭയങ്കരമായിട്ട് ഇങ്ങനെ മടങ്ങി പോലെ വരുവേ. അപ്പം ഞാൻ ഈ ചെയ്യുന്നത് കൊണ്ടാണ് അത്യാവശ്യം എൻ്റെ വരയൊന്നും കൂടാതിരിക്കുന്നത്, ഇങ്ങനെ മടക്ക് വരാതിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഈ ഒരു ലൈൻ പോലുള്ള ഒക്കെ ഉള്ള ആൾക്കാർ ഇതുപോലുള്ള മസാജുകളൊക്കെ ചെയ്തു പോകുമ്പം നല്ല രീതിയിലുള്ള ഒരു റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം നമ്മുടെ ആ ഒരു നേരത്തെ ഇതുപോലൊരു മസാജ് വീഡിയോ ഫസ്റ്റ് ഞാൻ ചെയ്തപ്പോഴത്തേനും അതിനൊരു 5 ലക്ഷം വ്യൂവേഴ്സോളം കണ്ടിട്ടുണ്ട്. 5 ലക്ഷം പേര് കണ്ടിട്ടുണ്ട് ആ വീഡിയോയെ. അപ്പോൾ അത് മുഖത്തിൽ ചെയ്യുന്നതായിരുന്നു. ഭയങ്കരമായിട്ടുള്ള റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ എന്താണ്, നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ റിസൾട്ട് വരുന്നത്. അല്ലാതെ നമ്മൾ 1-2 ദിവസം ചെയ്തിട്ട് നിർത്തിക്കഴിഞ്ഞാൽ നമുക്കതൊരിക്കലും അതിൻ്റെ റിസൾട്ട് കിട്ടത്തില്ല. കഴുത്തിന് ഒരു ചെറിയ ചുളിവൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ നിങ്ങൾ എന്താണ് ഇതുപോലുള്ള ഞാൻ ഒരുപാട് മസാജ്, ഫേസ് യോഗകൾ, അതുപോലെ തന്നെ നെക്കിൽ കൊടുക്കേണ്ട ആ ഒരു എക്സസൈസ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് മാറി മാറി ചെയ്തു പോകാം. കുറേ പേര് എന്നോട് ചോദിച്ചിരുന്നു ഏതാണ് ചെയ്യേണ്ടതെന്ന്. നിങ്ങൾക്കെല്ലാം മാറി മാറി ചെയ്യാം, യാതൊരു പ്രശ്നവുമില്ല. കാരണം ഇതെല്ലാം ഒരു കെമിക്കലും ഉപയോഗിച്ച് ചെയ്യുന്നതല്ല. ഈ പായ്ക്കുകളാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും ഒക്കെ എല്ലാം നാച്ചുറലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് മാറി മാറി ചെയ്തു പോകാം. നിങ്ങളുടെ സ്കിന്നിലൊരു ചെറുതായിട്ടൊരു പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്തു പോവുക. അപ്പം നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ട് ആവുമെന്ന് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം നമ്മൾ ഏജ് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്തു പോകണം. ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ചുളിവുകൾ വരും. അത് നമ്മുടെ ആ ഒരു സൗന്ദര്യത്തെ തന്നെ ബാധിക്കും. അപ്പം നിങ്ങളുടെ ഒരു സൗന്ദര്യമൊക്കെ നിങ്ങൾക്ക് നിലനിർത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ മാത്രമുള്ളവർ ഇത് ചെയ്താൽ മതി കേട്ടോ. അല്ലാത്തവരോട് ഞാനൊന്നും പറയുന്നില്ല. കാരണം ഓരോരുത്തർ കമന്റിൽ പറയുന്നത് കേൾക്കാം, ഇപ്പം ചെയ്തില്ലല്ലോ എന്നാ ചുളിവ് വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് ഞാൻ എപ്പോഴും പറയുന്നതാണ്. അതുപോലെ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുപോലെ. അപ്പോൾ നമ്മുടെ കഴുത്തൊക്കെ തുടച്ച് നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ പറയുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് മസാജുകൾ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. 2 കാലം മുതൽക്കേ നമ്മുടെ കഴുത്തിലും ഒക്കെ മുഖത്തിലും ഒക്കെ തേക്കുന്ന വല്യമ്മമാരൊക്കെ തേക്കുന്ന ഒരു കാര്യം എന്താണ്, നമ്മളെ നാടൻ വെളിച്ചെണ്ണ അല്ലേ. ഈ നാടൻ വെളിച്ചെണ്ണ, അതായത് ചക്കിലാട്ടിയ വെളിച്ചെണ്ണ, ഒരു മായവും ചേർക്കാത്ത വെളിച്ചെണ്ണ നമ്മുടെ ശരീരത്തിൽ തേക്കുന്ന മൂലം നമ്മുടെ മുഖത്തും തലയിലും ശരീരത്തിലും ഒക്കെ തേക്കുന്ന മൂലം നല്ലൊരു മോയ്സ്ചറായിട്ട് നിലനിർത്തുന്നു. അതുപോലെ തന്നെ മുരിച്ചിലും കാര്യങ്ങളും ഒക്കെ മാറിക്കിട്ടുന്നു. പാദം വിണ്ടേറുന്നതിനും അതുപോലെ തന്നെ കൈകളിലെ മുരിച്ചിലും മാറുന്നതിനും മുഖത്തും ഒക്കെ നമ്മൾ പണ്ട് മുതൽക്കേ നമ്മുടെ വെല്ലുമ്മച്ചിമാരും ഒക്കെ എൻ്റെ വേഗത്തൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പണ്ടൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെ തേച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അവർ തേക്കുന്നത് മൂലം അവരുടെ സ്കിന്ന് ഒരു ഏജ് കഴിയുമ്പോൾ തൊട്ട് നല്ല രീതിയിലുള്ള ഒരു തിളക്കം കിട്ടുന്നതായിട്ട് കാണാൻ. എത്ര പ്രായമായാലും അവരുടെ സ്കിന്നിന് നല്ല തിളക്കമായിരിക്കും അല്ലേ. അതെന്തുകൊണ്ടാണ്? അവർ ഡെയിലി ഈ തേച്ചുകുളിയിൽ ഈ വെളിച്ചെണ്ണ ഉൾപ്പെടുത്തും. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഇട്ട് തേച്ച് നന്നായിട്ട് തേച്ചിട്ടാണ് അവർ ഒരു അരമണിക്കൂറൊക്കെ ഇരുന്നിട്ടാണ് കുളിക്കുന്നത്. അപ്പോൾ എൻ്റെ ഉമ്മാമാരൊക്കെ ആണെങ്കിലും ഈ വെളിച്ചെണ്ണയൊക്കെ തേച്ചിട്ടും മിണ്ടാതെ കയറി കുറച്ച് നേരം കിടന്നു കഴിഞ്ഞിട്ട് കുറേ നേരം വെളിച്ചെണ്ണയൊക്കെ പിടിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് കുറച്ച് ഇഞ്ചിയും കാര്യങ്ങളും ഒക്കെ തേച്ചുള്ള ഒരു കുളിയൊക്കെ കുളിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒത്തിരി നല്ലതാണ്. പക്ഷേ ഇപ്പോൾ ഒക്കെ അതൊക്കെ അന്യം നിന്ന് പോയി. ആരും ഇഞ്ചയും കാര്യങ്ങളും ഒക്കെ തേച്ച് കുളിയൊക്കെ കണക്കാണ്. പിന്നെ കുളിക്കുന്നത് എപ്പോഴാണ്? പ്രസവശേഷമാണ് ഇതൊക്കെ പിന്നെ ഒരു ട്രീറ്റ്മെൻറ്റ് പോലെ ചെയ്യുന്നതല്ലേ. അപ്പോൾ അങ്ങനെയല്ല, നമ്മൾ ഇതൊക്കെ ഇടയ്ക്ക് നമ്മൾ ചെയ്തു പോകണം. ചെറുപ്പകാലത്തൊക്കെ നമ്മൾ ചെറുപ്പം നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അന്ന് ധാരാളം കൊളോജൻ നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പോൾ എന്താണ്, നമുക്ക് നല്ല യങ്ങായിട്ട് നമ്മൾ തോന്നും. ഒരു 30 വയസ്സ് കഴിഞ്ഞൊരു 40 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് നമ്മുടെ ഒരു ഏജിലൊക്കെ നമ്മുടെ ആ ഒരു 40 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് നമ്മുടെ കൊളോജനൊക്കെ ധാരാളം നഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ മുഖത്തെ കലകളും പാടുകളും റിങ്കിൾസും ഒക്കെ എടുത്തെടുത്ത് കാണിക്കും. അപ്പോൾ എന്താണ്, നല്ല നല്ല ഭക്ഷണങ്ങൾ, ഫ്രൂട്ട്സും കാര്യങ്ങളും ഉൾപ്പെടുത്തുക, ഇലക്കറികൾ ധാരാളം ഉൾപ്പെടുത്തുക, പിന്നെ അമിത ടെൻഷൻ ഒഴിവാക്കുക, പിന്നെ നമ്മുടെ ഹോർമോണിൻ്റെ വ്യതിയാനം, പീരീഡ്സ് റെഗുലർ ആകാത്തതിൻ്റെ പ്രശ്നങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഈ ഒരു ചുളിവും കാര്യങ്ങളും ഒക്കെ വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതൊക്കെ ശ്രദ്ധിച്ചു പോവുക. അതുപോലെ തന്നെ നമ്മൾ പുറമേയും മസാജും കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ പായ്ക്ക, മസാജ്, ഫേസ് യോഗ, അതുപോലെ തന്നെ എന്താ പറയുക എക്സസൈസ് ഇങ്ങനെയൊക്കെ ചെയ്തു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ നമ്മുടെ കഴുത്തിലെ ആ ഒരു ചുളിവൊക്കെ നന്നായിട്ട് മാറി നല്ല കഴുത്തൊക്കെ നല്ല യങ്ങായിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മസാജ് എങ്ങനെ ചെയ്ത് നോക്കിയാലോ.
അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ കോക്കനട്ട് ഓയിലാണ്. ഇത് ഞാൻ മില്ലിൽ നിന്ന് ആട്ടിയ വെളിച്ചെണ്ണ മേടിക്കുന്ന ഭക്ഷണത്തിനും എല്ലാം ഉൾപ്പെടുത്തുന്ന ഈ ഒരു വെളിച്ചെണ്ണയാണ് കേട്ടോ. വളരെ കുറച്ച് 1-2 ഡ്രോപ്സ് മാത്രം മതി. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടേ നമ്മുടെ വൈറ്റമിൻ ഇ ഓയിലാണ് കേട്ടോ. വൈറ്റമിൻ ഇ ഓയിൽ നമുക്ക് എന്താ പറയുക, ഇത് പച്ചയായിട്ട് കിട്ടും, പല കളറിലൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ വൈറ്റമിൻ ഇ ഓയിൽ നമ്മുടെ ആ ഒരു സ്കിന്നിനെ ഒരു നല്ല രീതിയിലുള്ള ഗ്ലോ കിട്ടാനായിട്ടും ചുളിവുകൾ മാറാനായിട്ടും കലകളും പാടുകളും ഒക്കെ മാറാനായിട്ടും ഒക്കെ ഒത്തിരി ഗുണങ്ങളുണ്ട് വൈറ്റമിൻ ഇ ഓയിലിന്. അപ്പോൾ പല പച്ച കളറിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാണ്. അപ്പോൾ ഇതിന് അതും ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇത് ഞാൻ മില്ലിൽ നിന്ന് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം മില്ലിൽ നിന്ന് പൊടിച്ച് വാങ്ങിക്കുന്നതാണ്. അപ്പം അതിൻ്റെ നാടൻ മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ ഈ ഒരു മഞ്ഞൾപ്പൊടിയുടെ മണം തന്നെ നല്ല പ്യുവർ പച്ചമഞ്ഞൾ പൊടിച്ചതിൻ്റെ മണമാണ്. നമ്മുടെ ഈ ഒരു കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മഞ്ഞൾപ്പൊടിക്ക് യാതൊരു മണവും ഗുണവും ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള മഞ്ഞൾപ്പൊടികൾ വാങ്ങിച്ച് പൊടിച്ച മുളക് പൊടിയാണെങ്കിലും മല്ലിപ്പൊടിയാണെങ്കിലും ഒക്കെ നിങ്ങൾ പുറത്തോട്ടൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിലും നാട്ടിൽ വരുമ്പം പൊടിച്ച് വാങ്ങിച്ചുകൊണ്ട് പോകുക. അതാണ് ഏറ്റവും ബെസ്റ്റ്, കറികൾക്ക് രുചി കൂടുന്നതും. അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ തേക്കാനായിട്ടും ഇങ്ങനത്തുള്ള നാച്ചുറൽ മഞ്ഞൾപ്പൊടികളാണ്, അത് മായം ചേർക്കാത്ത മഞ്ഞൾപ്പൊടിയാണ് നല്ലത്. അപ്പോൾ ഒരു പിഞ്ച്, ഒരു നുള്ളു മതി, ഒരു നുള്ളെന്ന് പറഞ്ഞാൽ ഒരു പൊടിക്ക് മതി കേട്ടോ. മഞ്ഞൾപ്പൊടി നമ്മുടെ സ്കിന്നിനെ റിങ്കിൾസ് കുറയ്ക്കാനായിട്ടും ചർമ്മകാന്തി നല്ല തിളക്കം, ചർമ്മത്തിൻ്റെ തിളക്കം കൂട്ടാനായിട്ടും സൗന്ദര്യം വർദ്ധിക്കാനായിട്ടും അതുപോലെ തന്നെ പാടുകൾ, കറുത്ത പാട്, കലകൾ ഇതൊക്കെ നന്നായിട്ട് മാറി നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റൻ ചെയ്യാനായിട്ടും ഒക്കെ സഹായിക്കുന്നു മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മളിങ്ങനെ ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വേണ്ടേ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കഴുത്തിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. ഇത് നിങ്ങൾക്ക് ഫേസിലും തേക്കാം. ഈ എന്താ പറയുക, ഫേസിൽ വെളിച്ചെണ്ണയൊക്കെ തേക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാർ, എന്താ പറയുക, കുഴപ്പമില്ലാത്ത ആൾക്കാരെ നിങ്ങളുടെ ഫേസിൽ തേച്ച് ചെയ്യുവാണെങ്കിൽ അടിപൊളി റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് വെളിച്ചെണ്ണ ഫേസിൽ തേക്കാൻ പിടിക്കത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഫേസിലൂടെ തേച്ചിട്ട് കാണിച്ചേനെ. വെളിച്ചെണ്ണ നിങ്ങൾക്ക് പിടിക്കുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല സൗന്ദര്യ സംരക്ഷണ വസ്തു തന്നെയാണ് നമ്മുടെ കോക്കനട്ട് ഓയിൽ, പിടിക്കുവാണെന്നുണ്ടെങ്കിൽ. പക്ഷെ ചിലർക്ക് പെട്ടെന്ന് കുരുക്കളുണ്ടാവും, എനിക്കും ചെറിയ ചെറിയ കുരുക്കളുണ്ടാകും കേട്ടോ. അപ്പം നമ്മൾ മസാജ് ചെയ്യുക. അപ്പം ആദ്യം നമ്മളത് ഇങ്ങനെ ഒരു മസാജ് ചെയ്ത് കൊടുക്കുക. വെളിച്ചെണ്ണ തേച്ചതിന് ശേഷം ആദ്യം ഈ ഭാഗത്തൊരു മസാജ് കൊടുക്കുക, മേളിലോട്ട് മസാജ് കൊടുക്കുക. പിന്നെ ഈ കൈ കൊണ്ട് മേളിലോട്ട് മസാജ് കൊടുക്കുക. ഡെഡ് സ്കിന്നൊക്കെ നന്നായിട്ട് മാറിക്കിട്ടാൻ സഹായിക്കുന്നു ഈ ഒരു മഞ്ഞൾപ്പൊടിയൊക്കെ കേട്ടോ. സ്കിന്ന് ബ്രൈറ്റനൊക്കെ കുറേ ദിവസം നമ്മൾ അടുപ്പിച്ച് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് കാണാൻ സാധിക്കുക കറുത്ത പാടൊക്കെ മാറുന്നതും നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആകുന്നതും റിങ്കിൾസൊക്കെ നന്നായിട്ട് കുറഞ്ഞു വരുന്നതും. അപ്പോൾ ഇങ്ങനെ തേക്കുക. അപ്പോൾ എൻ്റെ ഇവിടെ കണ്ടോ ഈ മടക്കിൻ്റെ ചെറിയൊരു കറുപ്പുണ്ട്, ചെറിയ രീതിയിൽ. കുറേ ദിവസമായി ഇപ്പം കഴുത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്തു പോയില്ലെങ്കിൽ നമുക്ക് ടാനും കാര്യങ്ങളും ഒക്കെ അടിക്കും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചെയ്തു പോകണം. ചെയ്തു പോകാതിരിക്കുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പം മേളിലോട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ 1 മിനിറ്റോളം മസാജ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു മസാജ് കൊടുക്കുക. കഴുത്ത് പൊക്കി പിടിക്കുക, എന്നിട്ട് ഇങ്ങനെ കൊടുക്കുക. ഇത് നമ്മൾ 1 മിനിറ്റ് നേരം തന്നെ കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു സൈഡിൽ ഇങ്ങനൊരു മസാജ് കൊടുക്കുക. ഈ ചൂണ്ടുവിരൽ ഉപയോഗിച്ച് താഴോട്ടൊരു മസാജ് കൊടുക്കുക. ഈ ഒരു സ്പോട്ടിൽ നമ്മൾ ലിംഫാറ്റിക് മസാജ് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ നരമ്പാണ്. ഈ ഒരു നരമ്പിൽ നമ്മൾ നല്ലതായിട്ട് മസാജ് ചെയ്യുമ്പം നല്ല രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടി കിട്ടുകയും അതുമൂലം റിങ്കിൾസ് കുറയാൻ സഹായിക്കുകയും ചെയ്യുന്നു ഈ ഒരു മസാജ്. ചൂണ്ടുവിരൽ ഉപയോഗിച്ചാണ് നമ്മൾ ഈ മസാജ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ കൈ ചുരുട്ടി പിടിച്ച് ഈ ഒരു സൈഡിൽ മസാജ് കൊടുക്കുക. നമ്മുടെ ഈ താടിയുടെ തൊട്ട് താഴെ ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു മസാജ് കൊടുക്കുക. ഇവിടെയൊക്കെ നമുക്ക് ഡബിൾ ചിന്നും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഒരു ഏജ് കഴിയുമ്പം. അപ്പം നമ്മുടെ ഈ കൈ ചുരുട്ടി പിടിച്ചതിന് ശേഷം ഇവിടം വെച്ചിട്ടാണ് മസാജ് കൊടുക്കുന്നത് കേട്ടോ. മസാജ് കൊടുക്കുക. ഇത് നമ്മൾ 1 മിനിറ്റ് നേരം ചെയ്തുകൊണ്ടിരിക്കുക. വീണ്ടും നമ്മൾ അടുത്ത സൈഡ് കൊടുക്കുക. ഇങ്ങനെ തന്നെ ചെയ്യുക. ഇനി നമ്മൾ നടുക്ക് സെൻറ്ററിൽ ചെയ്യുക. സ്വല്പം കഴുത്ത് പൊക്കി പിടിച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അടുത്ത നമ്മൾ 2 കൈ വെച്ചും താഴോട്ടൊരു മസാജ് കൊടുക്കുക.
കഴുത്ത് മേളിലോട്ട് പൊക്കി പിടിക്കുക. അപ്പോൾ നമ്മൾ സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിട്ട് വേണം എപ്പോഴും മസാജ് ചെയ്യണമെന്ന് എപ്പോഴും നിങ്ങളോട് പറയാറുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ 1 മിനിറ്റ് നേരം ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ഇങ്ങനെ ഒരു മസാജ് കൊടുക്കുക. ഈ കൈ ഇങ്ങനെ വിരലിങ്ങനെ വെച്ചതിന് ശേഷം ഇങ്ങനെ ഒരു മസാജ് കൊടുക്കുക. നമുക്ക് ഏത് കൈ വെച്ച് വേണം ചെയ്യാം കേട്ടോ. വലത് കൈ വെച്ചോ ഇടത് കൈ വെച്ചോ ഒക്കെ ചെയ്യുക. മാറി മാറി ചെയ്യുക. മേളിലോട്ട് തല ഉയർത്തി പിടിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു മസാജ് കൊടുക്കുക. സൈഡ് ടു സൈഡ് കൊടുക്കുക. ഇത് 1 മിനിറ്റ് നേരം കൊടുത്തതിന് ശേഷം നമ്മുടെ കൈ ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഈ ഒരു മസാജ് കൊടുക്കുക. നമ്മുടെ ഈ താടിയിൽ ഇവിടെ ഏജ് കഴിയുമ്പോൾ തൊട്ട് ഇവിടെ ഭയങ്കരമായിട്ട് തടിപ്പ് പോലെ വരും. അത് വരാതിരിക്കാനായിട്ട് ആ ഒരു നല്ല മുഖത്തിന് നല്ല ഷേപ്പ് കിട്ടാനായിട്ട് ചെയ്യുന്നൊരു മസാജാണിത്. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്. അടിപൊളി ഒരു മസാജാണിത് കേട്ടോ. ഡബിൾ ചിന്നൊക്കെ കുറയാൻ സഹായിക്കുന്ന ഒരു മസാജാണ്. അപ്പോൾ നമ്മളിങ്ങനെ കോർണറിലോട്ട് എത്തിച്ച് ഇങ്ങനെ തന്നെ കൊടുക്കുക. ഇത് നമ്മൾ 1 മിനിറ്റ് നേരം തന്നെ കൊടുക്കുക. വെള്ളവിരൽ ഉപയോഗിച്ച് കഴുത്തിൻ്റെ ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഈ താഴെയുടെ തൊട്ട് താഴെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അത് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കഴുത്തൊന്ന് മേളിലോട്ട് ഉയർത്തി പിടിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒത്തിരി ഹാർഡായിട്ട് വേണ്ട, സോഫ്റ്റായിട്ട് മതി. തിരിച്ച് നമ്മൾ കൈ വെച്ച് ഇങ്ങനൊരു മസാജ് കൊടുക്കുക. താഴോട്ട് ഈ ഏരിയ ചുരുട്ടി പിടിച്ചതിന് ശേഷം താഴോട്ട് ഈ ഒരു സൈഡ് ചെവിയുടെ താഴെ ഇങ്ങനൊരു മസാജ് കൊടുക്കുക. നെക്സ്റ്റ് ഈ സൈഡ് ഇങ്ങനെ മസാജ് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ ഒന്ന് കൈ വെച്ചൊന്ന് പിൻ ചെയ്യുക. തട്ടി കൊടുക്കുക. ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും മസാജാണ് നമ്മൾ കഴുത്തിന് കൊടുക്കേണ്ട മസാജ്. ഡെയിലി ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള മസാജാണ് ഞാൻ കാണിച്ചത്. ഇതെല്ലാം ഓരോ മിനിറ്റാണ് ചെയ്യേണ്ടത്. ഞാൻ 1 മിനിറ്റ് വീതം ചെയ്തിട്ടില്ല. 1 മിനിറ്റ് ചെയ്താൽ സമയം കൂടി പോകും. നിങ്ങൾ ഓരോ മിനിറ്റ് വീതം ചെയ്യുക. നമുക്ക് എപ്പോഴാണ് സമയം കിട്ടുന്നത് ആ ഒരു സമയം നോക്കി നമ്മൾ ഇതുപോലെ ഈ ഒരു വെളിച്ചെണ്ണയും നമ്മുടെ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ പൊട്ടിച്ചിട്ടതും ഒരെണ്ണം മതി കേട്ടോ. ഒരു 4-5 തുള്ളി വെളിച്ചെണ്ണയും വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ഒരെണ്ണം പൊട്ടിച്ചൊഴിച്ചതും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ചെയ്യുക. ഇത് അതുപോലെ തന്നെ നമ്മുടെ കയ്യിലെ ചുളിവ് മാറാൻ ഒത്തിരി നല്ലതാണ്. നല്ലതായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഞാൻ ബാക്കി ഇതുണ്ടോ കുറച്ചുണ്ടോ അത് തേച്ചിട്ട് ഞാൻ കാണിക്കാം. അപ്പം കൈക്ക് നല്ല നിറം കിട്ടാനായിട്ടും കയ്യിലെ ചുളിവ് പൂർണ്ണമായിട്ട് മാറാനായിട്ടും നമ്മൾ ഇതുപോലെ ചെയ്യുക. എന്നിട്ട് ഇങ്ങനൊരു മസാജ് നമ്മൾ നല്ല രീതിയിൽ കൊടുക്കുക. നല്ല രീതിയിൽ കുളിച്ചിട്ട് വിരലിങ്ങനെ വലിച്ചു വിടുക. ഓരോ വിരലും ചെയ്ത് വലിച്ചു വിടുക. ഓരോ വിരലും വലിച്ചു വിടുക കേട്ടോ. വീണ്ടും നമ്മൾ അടുത്ത കൈയിലോട്ട് ചെയ്തിട്ട് വിരലിൽ കൂടെ ഇണവിരലി വലിച്ചു വിടുക. ആദ്യമേ അടുത്ത വിരൽ ചെയ്യുക. പിന്നെ നമ്മൾ ഇങ്ങനെ ചെയ്യുക മസാജ്. ചുമ്മാ നമ്മൾ എന്തെങ്കിലും തേച്ചിട്ട് വെറുതെ വിട്ടാൽ ശരിയാവത്തില്ല. നമ്മളൊരു മസാജ് കൂടെ കൊടുക്കുമ്പോഴാണ് നമ്മുടെ കയ്യിലുള്ള ചുളിവൊക്കെ നന്നായിട്ട് മാറി കിട്ടുന്നത്. നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ കൈയൊക്കെ ഇരിക്കുന്നത്. നല്ല രീതിയിലൊരു മസാജ് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലുള്ളൊരു മസാജ് കൊടുത്തതിന് ശേഷം കഴുത്തിലൊക്കെ കൊടുത്തതിന് ശേഷം 20 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുക. 20 മിനിറ്റിന് ശേഷം നിങ്ങൾ കുളിക്കുകയാണെങ്കിൽ കുളിക്കുക കേട്ടോ. കുളിച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെല്ലാം കഴുകി കളഞ്ഞതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ മസ്റ്റായിട്ടും അപ്ലൈ ചെയ്യണം. അത് കയ്യിലും തേച്ച് പിടിപ്പിക്കണം.
ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ അവർക്ക് ചേരുന്ന മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ഓയിലി സ്കിന്നുകാരാണെങ്കിൽ അവർക്ക് ചേരുന്ന മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കയറി കിടക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഒരാഴ്ച 1-2 ആഴ്ച ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ചെറിയ ചെറിയ ചുളിവുകളുള്ളവർക്ക് ഒരാഴ്ച കൊണ്ട് 100% റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇച്ചിരി ചുളിവുകൾ കൂടുതലുള്ള ആൾക്കാർ നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ട് പോവുക. നിങ്ങൾക്ക് ഒരു മാസം കഴിയുമ്പോൾ നല്ല രീതിയിലുള്ള പകുതി കുറഞ്ഞതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വെളിച്ചെണ്ണ നല്ലൊരു മസാജ് ചെയ്യാനുള്ള നല്ലൊരു സാധനമാണ്. പക്ഷെ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന മുഴുവൻ നമ്മുടെ സ്കിന്നിലെ റിങ്കിൾസ് മാറുന്നത് മാത്രമല്ല, പാടുകളും കലകളും ഒക്കെ കുറഞ്ഞ് നമ്മുടെ ആ ഒരു ഭാഗം നല്ലതായിട്ട് ബ്രൈറ്റൻ ചെയ്ത് നിൽക്കുന്നതായിട്ടും നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ടൊക്കെ നിൽക്കുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. എപ്പോഴും ചെയ്യുമ്പോൾ എന്താണ്, നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. 1-2 ദിവസം ചെയ്തിട്ട് നിർത്താതിരിക്കുക. എന്തായാലും ഒരു ഏജ് കഴിഞ്ഞ് നമ്മൾ ഇതൊക്കെ ചെയ്തു പോയേ മതിയാവത്തുള്ളൂ. എന്നാൽ മാത്രമേ നമ്മുടെ ഒരു സൗന്ദര്യം നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. സൗന്ദര്യം നിലനിർത്തിക്കൊണ്ട് പോകണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം. അപ്പം ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് മുന്നേ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.